10 പൈസ ഇല്ലേ ഇപ്പം? പൈസ കൊണ്ടായിരുന്നു, അത് തീർന്നു പോയി. എങ്ങനെ തീർന്നു? അയ്യോടാ, ചേട്ടനുണ്ടല്ലോ തൂർത്തടിച്ചതാന്ന്. അയ്യോ, തിന്നു കടിക്കുവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തൂർത്തടിക്കുവാന്ന് ആദ്യമായിട്ട് കേൾക്കുക. തൂർത്തടിച്ചെന്ന്, തൂർത്തടിച്ച് കളഞ്ഞതാണ്. തുമ്പ വെട്ടണം. അത് ഇവിടെ അല്ല, അങ്ങ് പൊന്നാനിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകണം. താങ്കൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പലിശയുടെ ഇടപാട്. ഇത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വേണം നിന്നെ പോലീസ് പിടിച്ചോണ്ട്. ഇല്ല, നമ്മൾ കൊടുപ്പില്ല, എടുപ്പേ ഉള്ളൂ. ഇതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ ഇത് രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നറിയോ? ഇത് വിസർജിക്കും, എന്നിട്ട് ആ വിസർജ്യം ശത്രുക്കളുടെ നേരെ എറിയിട്ടാണ് രക്ഷപ്പെടുന്നത്. ഓ ദൈവമേ, ബോംബ് പറഞ്ഞ് രക്ഷപ്പെടുക, കല്ല് വെച്ച് രക്ഷപ്പെടാന്ന് കേട്ടിട്ടുണ്ട്. ദൂരെ എറിഞ്ഞ് രക്ഷപ്പെടുന്ന ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ വേണ്ടത് ബിന്ദുവിന്റെ ഭർത്താവ് പേടിപ്പിക്കല്ലേ? ബിന്ദു പ്രസവിച്ച് ആൺകുട്ടിയാ. ആടാ, അതെ, തൽക്കാലം അവളോട് പറയണ്ട. ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം കേട്ടാ. നിങ്ങൾ എത്രയോ പേരെ ടൈറ്റാനിക് കപ്പൽ മുങ്ങി രക്ഷപ്പെടുത്തി. എന്റെ അമ്മാവനെ കൂടെ രക്ഷപ്പെടുത്തില്ലായിരുന്നോ? അതാ, മുങ്ങിച്ചാറാൻ തുടങ്ങുന്ന സമയത്തും ഈ മദാമ്മയുടെ തുണ്ടും കടിച്ചു പിടിച്ചോണ്ടിരിക്കാതെ ഇവൻ വാ പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എങ്ങനെയാലും ഞാൻ ഇവരെ രക്ഷിക്കത്തില്ലായിരുന്നോടാ. അണ്ടാവ് കഴുകി കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ മണ്ണോദരിയെ പ്രസവിച്ചത്. കിണ്ടി കഴുകി കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ചുണ്ടിയെ പ്രസവിച്ചത്. പട്ടായ കഴുകി കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ മട്ടായെ പ്രസവിച്ചത്. അത് കഴിഞ്ഞപ്പം ബാക്കി പാത്രം എല്ലാം കൂടെ എടുത്ത് ഞാൻ ആൾക്കാർക്ക് കൊടുത്തത്. അതെന്ത് അങ്ങനെ ചുമ്മാ തിന്നോണ്ടിരുന്നാൽ മതി, കഴിയണമല്ല ഞാൻ. ഞാനൊന്ന് തൊട്ടോട്ടെ. നമ്മളല്ലേ പുതിയ സാധനമാണ്. നട്ടല് കമ്പ്യൂട്ടറിന്റെ ചവിട്ടി പൊട്ടിക്കരുത്. നാളെ വെൽഡിംഗ് വർക്ക്ഷോപ്പ് അവധിയാ. കമ്പ്യൂട്ടർ ഉണ്ടോ? ഒന്നും വേണ്ട. നീ കൈ ഇങ്ങനെ പിടിച്ചേ. അയ്യോ, കയ്യിലും കമ്പ്യൂട്ടർ നിൽക്കാ. എന്റെ ഫോൺ നിർത്തേ. അത് വേണ്ട. മൊത്തത്തിൽ ഇത് തന്നെയാണല്ലേ. തമിഴ്നാട്ടിലൊക്കെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി പോകൂലേ? അപ്പൊ മാഷിന് എന്ത് കിട്ടും? തമിഴ്നാട്ടിൽ പോയിട്ട് വന്നാൽ ചന്തി സീലടിച്ചു വിടും. ചന്തി സീലടിച്ചു വിട്ട കാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായി. എന്റെ മൂത്ത ചേട്ടൻ ഹൈവേയുടെ സൈഡിൽ കിടക്കുന്ന 15 സെന്റ് സ്ഥലം എഴുതി കൊടുത്തില്ലെന്ന് പറഞ്ഞ മൂത്ത ചേട്ടൻ ശ്രീധരത്തിന്റെ പകുതി കൊടുത്തില്ലെന്ന് പറഞ്ഞ ഇളയ അളിയനോട് വന്ന് 2 വടിവാളുമായിട്ട് അച്ഛന്റെ 2 സൈഡിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുക. അച്ഛനെ പെട്ടാനാണോ? അല്ല, ഷേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഓക്സിജൻ കിട്ടാനായിട്ട് അപ്പൊ തന്നെ മാസ്ക് വെക്കണം. പിന്നെ ഒന്നും നോക്കരുത്, പാരച്ചൂട്ട് തീരായിരിക്കും. എന്തിനും ഇല്ലേ, പാരച്ചൂട്ടൊക്കെ നല്ലതാണോ? അല്ലെങ്കിൽ കൊള്ളെങ്കിൽ തിരിച്ചു വന്നാൽ പുതിയ വരാം. നല്ല സുഖമരണമായിരുന്നു പുള്ളിയുടെ. സുഖമരണമല്ലായിരുന്നു, എന്റെ അമ്മാവ് സൂക്കിച്ചാ മരിച്ചത്. അപ്പൊ എന്തായാലും കിട്ടിയതല്ലയോ, കൊണ്ടുപോയി കർമ്മം ചെയ്യാം. അങ്ങനെ ഫ്രഞ്ച് കിസിന് കർമ്മം ചെയ്തുള്ള പുണ്യം എനിക്ക് വേണ്ട. ഇപ്പില്ല, എനിക്കും വേണ്ട. പുരുഷന്മാരെ മൊത്തം എനിക്ക് തന്നെ പോലെ ഒറ്റ ഒരുത്ത മതിയല്ലോ. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ ഇവിടെ വരും. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലേക്ക് കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്. നിൽക്കുന്ന ഒരു മഹാൻ. സൂപ്പർ സാധനം. ഒരു മിനിറ്റ് തോറ്റുണ്ടാവും. ഇങ്ങടെ ഈ നെഗറ്റീവ് കാരണം കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ട് നടക്കണേ. മോനെ, അല്ല ഞാൻ തോറ്റു. ഒന്ന് പോയാ അവിടെ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. താനാണോ തീരുമാനിച്ചാൽ മതിയോ? താനാണോ രോഗം നിർണ്ണയിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് വേഷം കെട്ടിരിക്കുന്നത്? താനാണോ തീരുമാനിച്ചാൽ മതിയോ? നല്ല സ്കോപ്പ്. എന്നാ കോപ്പായിട്ട് എന്തെങ്കിലില്ലേ? അപ്പൊ ഞാനല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഗുരുവായൂർ പോണോന്ന്. ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ, ഗുരുവായൂരൊക്കെ വരുന്ന എല്ലാരും കാത്തോണേ. അതെ, അമ്മ റെഡിയായി നോക്കട്ടെ. അമ്മ മനില്ലേ? അമ്മ വരുന്നുണ്ടാ? ഭഗവാനെ, ഉണ്ണിക്കണ്ണ, നിന്നെ നീ തന്നെ കാത്തോണേ. ഒരു പടയിളകി വരുന്നുണ്ട്. ഞാൻ ചാടി എണീറ്റതും പുറവിൽ നിന്ന് ഒരുത്തന്റെ താടി വന്ന് എന്റെ ഉച്ചിയിലടിച്ച് അങ്ങനെ മുഴച്ചതാണ്. അയ്യോ, എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലയോ? നാക്ക് മുറിഞ്ഞ് താഴെ കിടന്ന അവൻ എന്തോന്ന് പറയാ. രാവിലെ ഒരു 6 മണിയാകുമ്പോ
അച്ഛനെ എഴുന്നേറ്റ് കക്കൂസ് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. എന്താ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എന്നോടല്ലടാ, വീടിനും കക്കൂസിനും ഒറ്റ വാതിലേ ഉള്ളൂ. ഈ വാതിലെടുത്ത് ഇങ്ങനെ വേണം കക്കൂസിന് വെക്കാൻ, കക്കൂസിന് വാതിലെടുക്കണം വീടിന് വെക്കാൻ. ആഗ്രഹത്തിന് യോജിപ്പിക്കാൻ പറ്റത്തില്ല. പറ്റിയില്ല. ഈ നാക്ക് താഴെ വീണത്തേന് ലൈവ് വോയിസ് ഓപ്പാന്ന് പറഞ്ഞ് ഒരു തെണ്ടി ഇതെടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് കുളിക്കാനൊരു ഓട്ടം. Dom 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 Pacham 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 Nagavalli Manohari Ramanathan Pedumbali Nagavalli Manohari Ramanathan പിന്നെ ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങ് കൊതിയാവോടാ. ഞാനും അതുപോലെ ജീൻസ് ഒക്കെ ഇട്ട് നിന്ന എങ്ങനെ ഉണ്ടായിരിക്കൂടാ? ഊമക്കഴങ്ങ് ആൾട്രേഷൻ ചെയ്താണെങ്കിൽ വേറെ ഒന്നും നടക്കൂല. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റുന്നത്. അതെന്നെ വലിയ കാര്യമാണ്. മരമുണ്ട ഇത്തിരി ആഹാരത്തിന് ഞാൻ കട്ടക്കമ്പനി വരെ പോയി. കട്ടവാരി തിന്നാ വിശപ്പ് മാറുവോളിയാ. ഇവിടുന്ന് ചെവിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നെറ്റി വരണം. എന്താളിയാ പേലിന് വഴി കാണിച്ചു കൊടുക്കും. അകത്തുണ്ട്. എടുക്കാൻ വിളിക്കുന്നു പറ. ചേട്ടാ കിടക്കാൻ വിളിക്കുന്നു. കിടക്കാൻ വിളിക്കുന്നില്ല, കിടക്കാൻ വിളിക്കുന്നു പറ. കിടക്കാൻ വിളിക്കുന്നു. അളിയൻ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. അളിയന് സന്തോഷമൊന്നും ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്. ഒരു മിനിറ്റ് മോനെ പോവല്ലേ, അവിടെ ഇരിക്കണേ. കുഞ്ഞുനാളി ഈ കാണ്ടാമൃഗത്തെ നോക്കിയിരുന്നത് എന്റെ അച്ഛനാണ്. എന്നെ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഈ കാണ്ടാമൃഗത്തെ അച്ഛൻ നോക്കിയിരുന്നു. ശരി എന്നടേ, നിന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാളും അതിന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നതാണ് നല്ലത്. எங்க பிள்ளைங்க எல்லாம் பயங்கரம்